Hey guys, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹൈനസ് CB 350യുടെ റിവ്യൂ ആണ്. അപ്പോൾ ഇതെന്ന് പറയാൻ നിങ്ങളൊരു മൊത്തത്തിലൊക്കെ ഓടിച്ച റൈഡ് എക്സ്പീരിയൻസോടെയുള്ളതാണെന്നൊന്നും വിചാരിക്കുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അതായത് ഇന്ന് എനിക്ക് വണ്ടി കൈ കിട്ടിയുള്ളൂ. ഞാൻ അപ്പോൾ കുറച്ച് പേര് ഒന്ന് ഓടിച്ചു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ കാണുക. നേരെ വീഡിയോയിൽ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് നേരെ കൊണ്ട് കിടക്കാം അല്ലേ. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് വരെ ഞാൻ ഓടിച്ചു നോക്കിയുള്ളൂ. അപ്പോൾ ആ ഓടിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. അതായത് എനിക്ക് ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നി അതാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഈ വണ്ടിയോട് മൊത്തത്തിൽ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ ഇത് കാണണം എന്ന് ഞാൻ പറയില്ല. കാരണം ഒരു എന്താ പറയുക പൊട്ടിക്ക് നെഗറ്റീവ് എനിക്ക് തോന്നിയതുകൊണ്ട്, എന്നാലും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് LED ഹെഡ് ലാംപ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം നമുക്കിപ്പോൾ കാണാമല്ലോ നല്ല വെയിലുള്ള ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഞാൻ ഓടിച്ചു നോക്കിയതും ഞാനും ലൈറ്റ് എനിക്ക് എടുക്കേണ്ടിയും യൂസ് ചെയ്യേണ്ടിയും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എക്സാക്റ്റായിട്ട് ഇതിൻ്റെ ലൈറ്റ് എങ്ങനെയൊക്കെയാണ് പർപ്പസ്ഫുൾ ആണോ എന്നുള്ളതിനെ പറ്റി എനിക്ക് എക്സാക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ യൂസറിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞാനത് കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് യൂസറിൻ്റെ ഇതിൽ തന്നെയുള്ള കാര്യങ്ങൾ ഞാൻ നേരെ കമൻറ്റ് ബോക്സിലിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ അതൊന്ന് നോക്കാം. നമുക്ക് താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ RS ഇറങ്ങിയപ്പോൾ അതിനകത്ത് നിന്ന് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്കും അവൈലബിൾ ആയിട്ടാണ് അത് കിട്ടുന്നത്. നമുക്ക് നേരെ മഡ്ഗാർഡ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താ പറയുക മൊത്തത്തിലൊരു ക്രോം എലമെൻറ്റ് കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഇതിൻ്റെ മഡ്ഗാർഡ്. ഈ വണ്ടിയിൽ ഒരുപാട് ക്രോം കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ ബാഡ്ജിങ് നോക്കുകയാണെങ്കിൽ അവിടെ കിട്ടും, മിററിൽ കിട്ടും, എയർ എക്സോസ്റ്റ് കിട്ടും, എൻജിൻ്റെ ഇത് ഇവിടെയായിട്ട് കിട്ടും, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ടെയിലിൻ്റെ അവിടെയുണ്ട്, ഒരുപാട് സ്ഥലത്ത് നമുക്ക് ക്രോമിൻ്റെ ആയിട്ട് ഇത് വേണ്ട ഹോണിൻ്റെ അവിടെ ഹെഡിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് നമുക്ക് ക്രോം എലമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ക്രോം ഇഷ്ടമല്ലാത്തവർക്ക് ഇത് അധികം ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൻ്റെ RS നോക്കുന്നതായിരിക്കും നല്ല. അതായത് കമ്പാരിറ്റീവ്ലി ഇത് ക്രോം എലമെൻറ്റ്സ് കുറവാണ് ഇതിൻ്റെ RS വേർഷനിൽ വരുമ്പോൾ. അപ്പോൾ ഇനി ഇങ്ങോട്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ കാണാം. ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അതായത് ഹോണ്ടയുടെ വണ്ടികളിൽ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും കംഫർട്ടിൻ്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്തൊരു ബ്രാൻഡാണ് ഹോണ്ട എന്ന് പറയുന്നത്. അത് അവർ അതേപോലെ തന്നെ ഇതിനകത്തും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഈ ഫ്രണ്ടും ബാക്കും. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഞാൻ അധികം ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഹിമാലയൻ്റെ ചെയ്തപ്പോൾ എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ബാക്ക് ബ്രേക്കിനെ പറ്റി അതുകൊണ്ട് എനിക്ക് എക്സൈറ്റ് ആയിട്ടൊരു കാര്യം പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ബാക്ക് ബ്രേക്ക് നൈസായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബാക്ക് ബ്രേക്ക് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് തന്നെ. അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യാത്ത ഒരാളാണ് ബാക്ക് ബ്രേക്കാണ് അധികം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആൾക്ക് വണ്ടി നിർത്താനുള്ളൊരു ബ്രേക്കിംഗ് കപ്പാസിറ്റി നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷെ ഒരാളും അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ വല്ല ചരലുള്ള ഏരിയയിലൊക്കെയാണ് അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടയർ ലോക്കാവാനും അതേപോലെ തന്നെ പെട്ടെന്ന് സ്കിഡാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ 2 ബ്രേക്സ് യൂസ് ചെയ്യുക. അതായത് ഫ്രണ്ടും 70% ബാക്ക് 30% എന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പെർസെൻറ്റേജ് വെച്ച് പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനൊരു കണക്കെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ 2 ബ്രേക്സും പിടിക്കുക. അതിനനുസരിച്ച് നമുക്ക് നിർത്താൻ 2 ഡ്യുവൽ ABS ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ടയേഴ്സിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഫ്രണ്ട് 100ഉം ബാക്ക് എന്ന് പറയുന്നത് 130 സെഗ്മെൻറ്റിൽ വരുന്ന ടയേഴ്സാണ്. എനിക്ക് ആദ്യം വണ്ടി നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ ഒരു 140 എങ്കിലും മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നി. അതായത് ഓടിക്കുന്ന നമുക്കൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ടായേക്കാം എന്നൊരു തോന്നൽ എനിക്ക് അന്നുണ്ടായിരുന്നു. അതായത് ഫോട്ടോ കണ്ടിരുന്നപ്പോൾ. പക്ഷേ സംഭവം നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവണം. അതായത് 130 തന്നെ നമുക്ക് ഓക്കെയാണ്. ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള എർഗണോമിക്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 130 തന്നെ ഓക്കെയാണ്. നമ്മളത് ഈ വണ്ടി എടുത്ത് കോർണർ ചെയ്യാൻ മുകളിൽ പ്രത്യേകിച്ചും വണ്ടിക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അതായത് ഏകദേശം 180 above kg ആണ് ഇതിനകത്ത് വരുന്ന ഒരു വെയിറ്റ്. അതായത് എക്സാക്ട് വെയിറ്റ് ഞാൻ താഴെ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ വെയിറ്റ് അത്ര ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓടിക്കുന്ന ഒരാൾക്ക് അത്രയും തോന്നില്ല. ആണൊരു നല്ലൊരു ഗുഡ് സൈഡായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് വെയിറ്റ് അധികം തോന്നിക്കില്ല. അതായത് ഇപ്പോൾ ഒരു ക്ലാസിക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ അതായത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കോ സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഇതിനകത്ത് അധികം തോന്നിയില്ല. അത് നല്ലൊരു ഇതായിട്ട് തന്നെയാണ് തോന്നിയത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ഒരു എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 21 PS പവറും 30 Nm ടോർക്കാണ്. അതായത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പോലെയൊക്കെ തന്നെ ടോർക്കാണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. പക്ഷേ എനിക്ക് ഈ എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഇഷ്ടപ്പെടാഞ്ഞത്
നമുക്കൊരിക്കലും ടോപ്പ് ഗിയറിൽ ലോ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നല്ല രീതിക്ക് തന്നെ എൻജിൻ നോക്ക് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ സ്പീഡിൽ 5th ഗിയറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 60-70 പോണ സമയത്ത് പോലും 60 അല്ലെങ്കിൽ ഒരു 50-60 പോണ ടൈമിൽ നമ്മൾ 5th ഇട്ടാൽ എൻജിൻ നോക്ക് വരും. അതേപോലെ 4th പോണ ടൈമിൽ നമ്മൾ 4th ഗിയർ ഇട്ട് കഴിഞ്ഞാൽ, അതായത് 40 പോണ ടൈമിൽ 4th ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് എൻജിൻ നോക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു തരത്തിലൊരു ഡൗൺ സൈഡായിട്ട് തോന്നി. അതായത് നമ്മളിപ്പോൾ ലോക്കൽ ഏരിയാസിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു മൊത്തത്തിൽ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മൾ സിറ്റിയിലൊക്കെ ഇറങ്ങുമ്പോൾ. എനിക്കത് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. ഞാൻ ചെറുതായിട്ട് അങ്ങനെ ഒരു 3-4 തവണ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ലോ ഗിയറിലൊക്കെ ഇട്ട് ഓടിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി. ഇതിൻ്റെ ഓണറും അതേ കാര്യം തന്നെ എൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഒരു നോക്കിങ് വരുന്നുണ്ട്. അതെനിക്ക് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ചൊരു ചെറിയൊരു ഡൗൺ സൈഡായിട്ട് തോന്നി. അതായത് മൊത്തത്തിലൊരു ടൂറിങ് രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് സിറ്റീസിലോ മറ്റും അതായത് ഗ്രാമ ഏരിയയിലൊക്കെയാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നോക്കിങ് നല്ലൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അത് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് എനിക്കൊരു മെയിൻ നെഗറ്റീവായിട്ട് തോന്നിയ കാര്യമാണ്. ഇത് അതിൽ കൂടുതൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ കാര്യമായിട്ടില്ലെങ്കിലും അതാണൊരു മെയിൻ നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം. ഓക്കെ, ഇനി അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ 15 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. നല്ലൊരു, അതായത് ഈ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടികളെ സംബന്ധിച്ച് നല്ലൊരു ടാങ്ക് കപ്പാസിറ്റി തന്നെയാണ് അതിൽ തന്നെ. അതായത് നമുക്ക് ടൂറിങ്ങൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു ടാങ്ക് കപ്പാസിറ്റിയാണ്. പിന്നെ മൈലേജ് എന്നൊക്കെ കമ്പനി ക്ലെയിം ചെയ്യുന്ന 40 ഒക്കെ ആണെങ്കിലും 40 എന്ന് പറഞ്ഞൊരു ആവറേജ് രീതിയിലാണ് കമ്പനി വരുന്നത്. അപ്പോൾ ഒരു നല്ല രീതിയിലൊരു എക്കണോമി സ്പീഡിലൊക്കെ ഓടിക്കുന്ന ഒരാൾക്ക് ഏകദേശം 42-45 അടുത്ത് കിട്ടിയേക്കാം. ഇതിപ്പോൾ വണ്ടി നമുക്ക് കിട്ടിയിട്ടില്ല, വണ്ടി കിട്ടിയിട്ടൊരു 3-4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നമുക്ക് എക്സാക്റ്റായിട്ട് ഈ വണ്ടിയുടെ നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ ഒരു ഇതെന്താണെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അതായത് ഓണറിന് എത്രയാണ് മൈലേജ് കിട്ടുന്നത് എന്നുള്ളത്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 40 ആണ്. അപ്പോൾ എങ്ങനെ ആയാലും ഒരു 42-43 ആ ഒരു റേഞ്ച് കിട്ടാം നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ, പൊളിക്കുമ്പോൾ ഉള്ള കാര്യമല്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ എക്സോസ്റ്റ് നല്ല സൗണ്ടുള്ള എക്സോസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ ഓടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, എന്നാൽ ഓടിക്കുന്ന ആൾക്ക് എൻജോയ് ചെയ്യാം, അങ്ങനെ ഒരു എക്സോസ്റ്റാണ്. എനിക്ക് ഈ ഒരു ഡിസൈനിൽ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നോർമലി ഒരു വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് ആണെങ്കിൽ മറ്റുള്ളവർക്കാണ് അധികവും കേൾക്കാം, ഓടിക്കുന്ന ഒരാൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റാറില്ല. അധികം ഇത്തിരി സൈലൻ്റ് ആയതുപോലെ. നേരെ കുറച്ച് ഈ ഒരു വണ്ടിയിൽ വരുമ്പോൾ വണ്ടി വരുമ്പോൾ അധികം നമ്മൾ കേൾക്കില്ല. ഇന്ന വണ്ടിയാണെന്നുള്ളത് നമുക്ക് എക്സാക്റ്റായിട്ട് അറിയാൻ പറ്റില്ല, കേട്ട് ശീലമുള്ള ഒരാൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. നേരെ കുറച്ച് ഓടിക്കുന്ന ഒരാൾക്ക് ഈ സൗണ്ട് നല്ല രീതിക്ക് തന്നെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന ഒരാൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് അങ്ങനത്തെ രീതിയിൽ സൗണ്ട് വരുമ്പോൾ. ഇനി എൻ്റെ സൈഡിലേക്ക് പുറകോട്ട് വരികയാണെങ്കിൽ ഇതാണ് എൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. അതായത് ഇതൊരു തരത്തിൽ ക്രൂസർ എന്നുള്ള രീതിയിലാണ് ഇറക്കിയാണ്. അതായത് നമ്മുടെ RS എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ബൈക്ക് എന്ന ഉദ്ദേശത്തിൽ ഇറക്കുകയും ഇതെന്ന് പറയുന്നത് ക്രൂസർ എന്നുള്ള രീതിയിൽ ഇറക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ മഡ് ഗാർഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു റെട്രോ സ്റ്റൈലിൽ തന്നെയാണ് അവർ കട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് ആകെ ഇതിനകത്ത് പിടിക്കാൻ കഴിഞ്ഞത് ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രോം എലമെൻറ്റ്സ് ഒരുപാട് കൊണ്ടുതരുന്ന രീതിയിലാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഇതുപോലെ തോന്നി. ബട്ട് ഈ ഒരു കളറിന് നല്ല രീതിയിൽ സ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഈ ഒരു കളറിന് നല്ല രീതിയിൽ സ്യൂട്ട് ചെയ്യുന്നൊരു ഇതാണ് ഈ ഒരു ക്രോം എന്ന് പറയുന്നത്. ഞാൻ ക്രോം ഫാൻ അല്ല, അതുകൊണ്ടാണ് എനിക്ക് അത്രയും ക്രോമിനോട് ഇതില്ലാത്തത്. ആൻഡ് LED ടെയിൽ ലാംപ്സ്, LED ലൈറ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇതെന്ന് പറയുന്നത് എനിക്ക് കാണുമ്പോൾ നമ്മുടെ പഴയ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ടെയിൽ പോലെ തോന്നി. ആൻഡ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്സ് കാര്യങ്ങളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഏകദേശം തരുന്നത് 163-161 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് ഇത് തരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് ഓഫ് റോഡിനെ കൊണ്ടുപോകാനെന്നുള്ള ഉദ്ദേശത്തിലല്ല, അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഗട്ടേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ. ആൻഡ് സ്റ്റാൻഡേർഡൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മീറ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് മീറ്റർ ഓൺ ചെയ്യാം. നമുക്ക് എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഹോപ്പ് യു ക്യാൻ സീ സംതിങ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു അനലോഗ് വരുന്നുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോസിലൊക്കെ ഞാൻ കണ്ടിരുന്നപ്പോൾ ഈ ഒരു മീറ്റർ അത്രയ്ക്കും പെർപ്പസ്ഫുൾ അല്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് നമുക്ക് അതായത് ഓടിച്ച് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെ വിസിബിളാണ്. അതായത് സംഭവം ചെറുതാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്, വോൾട്ടേജ് കാര്യങ്ങൾ വരുന്നുണ്ട്, ടോട്ടൽ സ്പീഡ് വരുന്നുണ്ട്, ട്രിപ്പ് A ട്രിപ്പ് B വരുന്നുണ്ട്, അതുപോലെ ആവറേജ് ഫ്യൂവൽ, റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്,
ടൈം വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കാണുന്നൊരു കാര്യം. ഇതല്ലാണ്ട് നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. അത് നമുക്ക് മൊബൈൽ കണക്ടിവിറ്റി വഴി ചെയ്യാൻ പറ്റും. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇതും കാണാം. ഈ വണ്ടിയിൽ എനിക്ക് ട്രാക്ഷൻ കൺട്രോൾ അത്രയും വേണ്ടി വരുന്നതെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് ഈ സാധനം. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു മീറ്റർ ചെറുതാണെങ്കിൽ പോലും വേണ്ട കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എത്ര പേര് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ബട്ട് എന്താ പറയുക, നമുക്ക് ഈ ഒരു പ്രൈസ് കിട്ടാവുന്നതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഇത്തരം ക്രൂസേഴ്സിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സുള്ളൊരു ബൈക്ക് ചിലപ്പോൾ ഈ ഒരു ബൈക്കായിരിക്കും. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ്. അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ ഭാഗങ്ങളെടുത്താലും അത്യാവശ്യം വേണ്ട ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെ, അതായത് ഇപ്പോഴത്തെ ഇറങ്ങുന്ന വണ്ടികളിലുള്ള പോലെ തിരുവിടെ ന്യൂ ജെൻ രീതിയിലാണ് എന്നാണ്. അതായത് ഇവിടെ പാസ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മീറ്ററിലുള്ള സെലക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത്, റിട്ടേൺ സ്വിച്ച് എൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഹോൺ വരുന്നുണ്ട്, ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ടാകുന്നുണ്ട്. അതായത് എൻ്റെ പൾസറിൽ നിന്നുള്ള നേരെ തിരിച്ചാണ്, ഹോണിൻ്റെ ഡിസൈനും നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ പിടിച്ച പോലെ വയ്ക്കുമ്പോൾ എൻ്റെ ഇവിടം വരെയും വരുള്ളൂ. അപ്പോൾ ഞാൻ നോർമലി ഓടിക്കുന്ന ബൈക്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ എൻ്റെ ഹോൺ വരും. ഇതിനകത്ത് നേരെ തിരിച്ചായതുകൊണ്ട് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റി പിടിക്കണം. സോ അത് യൂസ്ഡ് ആവാനായിട്ട് ചെറിയൊരു താമസം ഉണ്ടാകുന്നു മാത്രം. അതായത് ഒരു വലിയ നെഗറ്റീവല്ല, ഒരിക്കലും നെഗറ്റീവായി കാണരുത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമുക്ക് യൂസ്ഡ് ആവാൻ ചെറിയൊരു ഡിലേ ഉണ്ടെന്ന് മാത്രം. അതർവൈസ് ഇത് നല്ലതാണ്. ഹോണും നല്ലൊരു ഹോൺ തന്നെയാണ്, നല്ല ലൗഡായിട്ടുള്ള ഹോണൊക്കെയാണ്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കിൽ സ്വിച്ചും അതേപോലെ തന്നെ ഇഗ്നിഷനും കാര്യങ്ങളൊക്കെ ഒരു ഒറ്റെണ്ണത്തിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു ഹസാർഡ് സ്വിച്ചും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹസാർഡ് സ്വിച്ച് അടക്കം കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് എന്താണ് കൊടുക്കാത്തതെന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഇങ്ങനൊരു ക്രൂസർ ബൈക്കിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസും തന്നെ ഈ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി കയറിയിരിക്കുന്നതിന് മുന്നേ അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ കേൾപ്പിക്കാം. നമുക്ക് സീറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്ന് പറയുന്നൊരു മോഡറേറ്റ്ലി സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. അതായത് നമുക്ക് ഇപ്പോൾ വളരെ ലോങ്ങൊക്കെ പോകുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു ജെൽ സീറ്റിൻ്റെ ആവശ്യം വരും. അതല്ല എന്നുള്ള ഒരാൾക്ക്, അതായത് ഒരു മിനിമൽ ഡിസ്റ്റൻസൊക്കെ പോകുന്ന ഒരാൾക്ക്, ഒരു പെർ ഡേ ഒരു 100, 150 ആ റേഞ്ചൊക്കെ പോകുന്ന ഒരാൾക്ക് ഇത് ചിലപ്പോൾ ധാരാളമായിരിക്കും. അതായത് ഭയങ്കര ഹാർഡല്ല, നമുക്ക് സഹിക്കാവുന്ന രീതിയിലുള്ളൊരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നിതംബത്തിന് വലിയ തകരാറൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ ഇവിടെ ഇത്തിരി നാരോഷ് ആയതുകൊണ്ടും നമുക്ക് ഇരിക്കണ ഇത് ഹൈറ്റ് കുറവുള്ള ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് കാല് കുത്താൻ നല്ല എളുപ്പമാണ്. അതായത് ഈ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 800 mm സീറ്റ് ഹൈറ്റാണ് ഈ വണ്ടിക്ക് തന്നെ. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഹമ്പ് എന്നുള്ളത് ഇത് നമ്മുടെ കാലിന് നൈസായിട്ട് തട്ടും. അപ്പോൾ ആ തട്ടുമ്പോൾ എന്താ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ നോർമലി ഇങ്ങനത്തെ സീറ്റുള്ള വണ്ടികളിൽ നമ്മൾ കാല് കുത്തി കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 5.7 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് കാല് കുത്തി കഴിഞ്ഞാൽ ഉപ്പൂറ്റി നല്ല കൂളായിട്ട് മുട്ടും. ബട്ട് ഈ ഒരു വണ്ടിയിൽ ഈ ഒരു സംഗതി ഉള്ളതുകൊണ്ട് എൻ്റെ കാലിവിടെ തട്ടും. ഈ ഒരു കാല് അങ്ങനെ തട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റി മുട്ടാൻ പറ്റില്ല, പക്ഷേ ഒരു മുക്കാൽ ഭാഗം കൂളായിട്ട് മുട്ടി വയ്ക്കാം. അതുകൊണ്ട് എന്താ പറയുക, ഹൈറ്റ് കുറവുള്ള ഒരാളെ സംബന്ധിച്ചും നമുക്ക് എന്താ പറയുക, ഒരു ഹൈറ്റ്, ഈ വണ്ടിയുടെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, നമുക്ക് കൂളായിട്ട് കാല് കുത്താവുന്നുള്ളൂ. ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതർവൈസ് ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഒരു കാര്യം, മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ഇതെന്ന് പറയുന്നത് സ്റ്റീലാണ്. അതായത് നമ്മൾ പല വണ്ടികളിൽ, ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഈ സംഭവം കൊടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കാണ് കൊടുത്ത് കാണാറ്. ബട്ട് ഈ വണ്ടിയിൽ നമുക്ക് സ്റ്റീലാണ് കൊടുത്തത്. അതായത് ഒരുവിധ കാര്യത്തിലും മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഒരു കാര്യത്തിൽ എന്താ പറയുക, ഇച്ചിത്തരം കാണിച്ചിട്ടില്ലെന്ന് വേണം പറയാം. ഇനി നമുക്ക് വണ്ടിയിൽ കയറി ഇരുന്നിട്ടുള്ള കാര്യം പറയാം. ഇനി ഇതിൻ്റെ മിറേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമായിരുന്നു. അതായത് നമ്മളിരിക്കുമ്പോൾ, ഇപ്പോൾ ജസ്റ്റ് ഇരുന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കയറി ഇരുന്നിട്ടുള്ളൊരു പൊസിഷനാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മിററിൽ നിങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ഇതാണ് നിങ്ങൾക്ക് കാണുന്നത്. അതായത് ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോഴുള്ളൊരു സെയിം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് കവേർഡാണ്. അതായത് നമുക്ക് ഈ ഒരു മിററിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൈ തന്നെ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു മിററിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി അങ്ങോട്ട് വൈഡായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയേനെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ആ ഒരു ഭാഗമാണ് നമുക്ക് എനിക്ക് മിററിൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയത്. ഇനി അതിൻ്റെ സീറ്റിംഗ് പോസ്റ്ററിൻ്റെ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ കാലിലൂടെ നൈസായിട്ട് മുട്ടുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യം ശ്രദ്ധിച്ചറിയാം, ഞാൻ മൊത്തത്തിൽ സ്ട്രെച്ച് ചെയ്തിരുന്നാലും ഓൾമോസ്റ്റ് മുട്ടില്ല എന്നുള്ള രീതിയിലാണ്. അതായത് സീറ്റിൻ്റെ എന്താ പ്രശ്നം, സീറ്റ് വളരെ നേരമാണ്,
ബട്ട് നമ്മുടെ ഈ ഭാഗം മുട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് അമർത്തി ചവിട്ടേണ്ടി വരും, കാലൊന്ന് മുട്ടി നിൽക്കാനായിട്ട്. അതർവൈസ് നമുക്ക് ഒരു ഹൈറ്റിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഈ വണ്ടിയിലില്ല, നല്ല രീതിയിൽ തന്നെ മുട്ടിയിടാം. ഈ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നിയത്. നേരെ വെച്ച് നമുക്ക് ഓടിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ ഹഗ് ചെയ്തൊക്കെ ഇരിക്കാൻ പാകത്തുള്ള ഒരു ഇതാണ്. ഇത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നോർമൽ സ്റ്റാൻസ് അങ്ങനെ അതേപോലെ തന്നെ ഇതിനകത്ത് വേറൊരു പരിധി നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ക്രൂസിങ് ബൈക്കാണ്, അപ്പോൾ അതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്റ് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വേറൊരു ഹാൻഡിൽ റേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് അങ്ങനെ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് പേഴ്സണലി തോന്നില്ല. അതിപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ഇതാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ കസേരയിരിക്കുന്ന ഇത് തന്നെ നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യണം. ഇതാണ് ഈ സീറ്റിംഗ് പോസ്റ്റിൻ്റെ പറയുന്നത്. ഇനി ഈ വണ്ടിയിലേക്ക് ആരൊക്കെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു ക്രൂസിങ് ബൈക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നത്, ഒരു റിലാക്സ്ഡ് പോസ്റ്ററൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അത്യാവശ്യം റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ആൾക്കാണെങ്കിൽ ഇതിനകത്ത് നേരിട്ട് നോക്കാം. അതായത് ഈ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LED കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാം ന്യൂജൻ രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒരു റെട്രോ ലുക്സുമാണ്, പിന്നെ നമുക്ക് വേണ്ട ഒരു എന്താ പറയുക റിലാക്സ്ഡ് പൊസിഷനുമാണ്, റിഫൈൻമെൻറ്റ് കാര്യങ്ങളല്ലാണ്ട് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സ്വാഭാവിക ഒരാൾക്ക് വേണ്ടതിൽ വെച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ല ഒരു സ്ട്രീറ്റ് ബൈക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാൽ അങ്ങനെയും പറ്റും, അതിനും പറ്റിയൊരു ഇതാണ്. കൂടി നമുക്ക് ആ ഹാൻഡിലിൻ്റെ ഒരു ഇത് മാത്രമേ ഒന്ന് കുറയ്ക്കണമെന്നുള്ളൂ. ആകെ ഈ ഒരു വണ്ടി നമ്മൾ RS വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ഇതൊരു നല്ല പ്രോപ്പർ ക്രൂസറാണെന്നുണ്ടെങ്കിൽ മറ്റേതൊരു സ്ട്രീറ്റ് ബൈക്കാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രീറ്റ് ബൈക്കിനോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഹോണ്ട ബൈക്ക് വേണം, നല്ല റിഫൈൻമെൻറ്റ് വേണമെന്നൊക്കെ ആണെങ്കിൽ നേരെ RSലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്കൊരു ക്രൂസിങ് ബൈക്കാണ് വേണ്ടത്, അത്യാവശ്യം ടൂറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബൈക്കിലേക്ക് വെക്കാം. അതായത് ടൂർ ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളുണ്ട്. ആകെ എനിക്കൊരു കുറവായിട്ട് തോന്നിയൊരു വിൻഷീൽഡ് ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഒരു വിൻ ബ്ലാസ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വിൻഷീൽഡ് ഇതിനകത്ത് ഇനി വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇവിടെ നമ്മൾ വേറെ സംഗതികളൊന്നും കാണില്ല, ഫിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണില്ല. അതർവൈസ് നമുക്ക് വിൻഷീൽഡിൻ്റെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിൻ ബ്ലാസ്റ്റ് പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരാൾക്കാണെങ്കിൽ ഇതിനകത്ത് നല്ല കൂളായിട്ട് ക്രൂസ് ചെയ്യാം. നമുക്ക് വിൻഷീൽഡിൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ കിട്ടുന്നുള്ള ഏതെങ്കിലും ഐഡിയ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്ക് USB ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ല നാവിഗേഷൻ കാര്യങ്ങളൊക്കെ, പിന്നെ ഇപ്പോൾ ഫോൺ വെച്ച് നോക്കണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ചാർജിങ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരുമ്പോഴേക്കും നെക്സ്റ്റ് വൺ. ബൈ.